ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ വേനൽ ചൂടിൽ കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റാഗി പൗഡർ കൊണ്ട് തയ്യാറാക്കുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് ചൂടായി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റാഗിയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് 2-3 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് തിക്കായി വരും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തിളയെല്ലാം വന്ന് റാഗി നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഒരുപാടങ്ങ് തിക്കായി വരേണ്ട ആവശ്യമില്ല. ഇത്രയും മതിയാവും. ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായി കിട്ടും. ഇനി നമുക്കിത് തണുക്കാനായി മാറ്റി വയ്ക്കാം. അടുത്തതായി വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കസ്കസ് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിർത്താൻ വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കുതിർത്താനായി മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് കുതിർന്ന് വരുന്നതായിരിക്കും. അടുത്തതായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റാഗിയുടെ മിക്സ് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏത് പഴമായാലും കുഴപ്പമില്ല. ഒരു ചെറിയ പീസ് ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഈ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മുറിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് തന്നെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ട് ഇവിടെ പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ മധുരത്തിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഹെൽത്തി ആയിട്ട് കുടിക്കുന്നവർക്ക് ഈന്തപ്പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്, പഞ്ചസാരയ്ക്ക് പകരം. ഞാനിവിടെ ഒരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ ഒന്ന് സ്കിപ്പായി പോയതാണ്. അടുത്തതായി ഞാനിവിടെ നല്ല തണുത്ത 1/2 ലിറ്റർ പാലിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ആ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചതിന് ശേഷം നമുക്കത് അരിച്ചെടുക്കാം. ജ്യൂസ് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കുതിർത്താൻ വെച്ചിട്ടുള്ള കസ്കസ് കുതിർന്ന് വന്നിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഈ വേനൽ ചൂടിൽ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ.